പോളിംഗിന്റെ ഭാഗമായി കേരളത്തിലെ 20 മണ്ഡലങ്ങളിൽ വീണ്ടും പോളിംഗ് ശതമാനം ഉയരുന്ന കാഴ്ച 52.25%. നമ്മൾ 3.4-ന്റെ ഒരു അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയിരിക്കുന്നത് ആലപ്പുഴ, കണ്ണൂര്, കാസർഗോഡ്, ചാലക്കുടി 54% കടന്നിരിക്കുന്നു. ഈ 4 മണ്ഡലങ്ങളിലും പോളിംഗ് എന്നുള്ളത് എടുത്തു പറയണം. തിരുവനന്തപുരത്ത് 50.49 തൊട്ട് കാസർഗോഡ് നേരത്തെ പറഞ്ഞതുപോലെ 54 കടന്നിരിക്കുന്ന സാഹചര്യം. അല്പം കുറഞ്ഞിരുന്ന പൊന്നാനിയിൽ ഇപ്പോഴത്തെ സ്ഥിതി 47.59 ആയിരിക്കുന്നു. തുടക്കത്തിൽ അല്പം മന്ദഗതിയിലാണോ പോളിംഗ് പൊക്കൊണ്ടിരുന്നത് എന്നുള്ള സംശയമുണ്ടായ വടകരയൊക്കെ ചിത്രം മാറി വരുന്ന സ്ഥിതി 52.30 എന്നുള്ളൊരു രീതിയിലേക്ക് പോയിരിക്കുന്നു. കണ്ണൂർ 54.96 ആണ്, ആലപ്പുഴയിൽ 54.78 ചാലക്കുടിയും 54.41 എന്നുള്ള കണക്കിലേക്ക്. കാസർഗോഡും നല്ല പോളിംഗ് ശതമാനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പോളിംഗ് ബൂത്തുമായി ബന്ധപ്പെട്ട് പോളിംഗ് മെഷീനുകളുമായി ബന്ധപ്പെട്ട് രാവിലെയൊക്കെ ചെറിയ വിഷയങ്ങൾ ഉണ്ടായതാണ്. പക്ഷേ അതിനെല്ലാം മറികടന്നുകൊണ്ട് 54.10 എന്ന കണക്കിലേക്ക് കാസർഗോഡ് എത്തിയിരിക്കുന്നു. നവമി ദിനേശ് എറണാകുളത്ത് നിന്ന് വൈറ്റിലയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. എറണാകുളത്ത് ഇപ്പോഴുള്ള ഒരു കണക്ക് 51.24%. നവമി പ്രധാനമായിട്ടും നിൽക്കുന്നത് ആ നഗരപ്രദേശത്ത് തന്നെയാണ്. സ്വാഭാവികമായിട്ടും എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ താരതമ്യേന വോട്ട് ശതമാനം 2019 ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയത് നഗരപ്രദേശത്ത് തന്നെയായിരുന്നു. ആ രീതിയിലുള്ള ഒരു ചെറിയൊരു മന്ദഗതിയിലുള്ള ഒരു പോളിംഗ് നിരക്ക് അതാണോ വ്യക്തമാകുന്നത്? അതോ ഈ വൈകുന്നേരത്തിന് ശേഷം കൂടുതൽ പേർ എത്തുന്ന ഒരു കാഴ്ചയാണോ ഉള്ളത്? വൈറ്റിലയിൽ നിന്നുള്ള വിവരങ്ങൾ എങ്ങനെ, പൾസ് എങ്ങനെ? അപർണ, ഞാനിപ്പോൾ നിൽക്കുന്നത് CKCLPS വൈറ്റില പൊന്നുരുന്നിയിലുള്ള സ്കൂളിലാണ്. അവിടെ 64, 63, 65, 66 ഇങ്ങനെ ബൂത്തുകളാണ്, 4 ബൂത്തുകളാണ് ഈ സ്കൂളിലുള്ളത്. ഇവിടെയാണ് അല്പസമയത്തിന് മുൻപ് നടൻ മമ്മൂട്ടിയും ഭാര്യയ്ക്കൊപ്പം വന്ന് വോട്ട് ചെയ്ത് മടങ്ങിയത്. ഇപ്പോൾ അല്പം മന്ദഗതിയിലായിട്ടുണ്ട്. എന്താണെന്നറിയില്ല, ചില തടസ്സങ്ങൾ ഉള്ളിൽ നീങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ആളുകളൊക്കെ കുറച്ച് നേരമായിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നു. അവർ ചൂടാണ്, അതികഠിനമായ ചൂടാണ്. വേഗം വോട്ട് ചെയ്ത് പോവുക എന്ന് പറഞ്ഞ് വരുന്നവർക്കാണ് അല്പം ഒരു കാലതാമസം നേരിടുന്നതിൻ്റെ ചില ബുദ്ധിമുട്ടുകൾ ഇവിടെ പറയുന്നുണ്ട് ആളുകൾ. അതോടൊപ്പം തന്നെ രാവിലെ വന്ന് ഈ ക്യൂ കാരണം വോട്ട് ചെയ്യാതെ മടങ്ങി ഉച്ചയ്ക്ക് ശേഷം വരാമെന്ന തീരുമാനത്തിൽ പോയവരും ഇവിടെ എത്തിയിട്ടുണ്ട്. എങ്കിൽ പോലും ഇനി വരുന്ന, അതായത് മണിക്കൂറുകൾ പോളിംഗ് അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ആളുകളൊക്കെ തിരക്കിട്ട് വന്ന് വോട്ട് ചെയ്ത് പോകുന്നതിനുള്ളൊരു താമസവും അല്ലെങ്കിൽ വേഗതയും ഒക്കെ ഇവിടെയുണ്ട്. നമുക്ക് ഏറ്റവും അവസാനത്തെ പോളിംഗ് നോക്കുകയാണെങ്കിൽ 3 മണി വരെയുള്ള കണക്ക് അനുസരിച്ച് എറണാകുളം മണ്ഡലത്തിൽ 47.02% വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ എറണാകുളം ജില്ലയിൽ 52.03, പുരുഷന്മാർ 54.26, സ്ത്രീകൾ 49.93% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ഇവിടെ കനത്ത ചൂടിലാണ്. ഇവിടെ ചേച്ചിമാരൊക്കെ ചെറിയൊരു പരാതി പറയുന്നുണ്ട്. ചേച്ചി, കുറച്ച് നീങ്ങാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടോ? അതെ, കുറച്ച് നേരമായി കേട്ടോ ഇങ്ങനെ നിൽക്കണു. എന്താണ് വല്ലതും ചോദിച്ചപ്പം പറഞ്ഞോ? ഇല്ല, അറിയാൻ പറ്റിയില്ല. എന്നുവെച്ചാൽ ഒഫീഷ്യൽസിനെ ആരെയും കണ്ടില്ല. ചേച്ചി കുറെ നേരമായോ വന്നിട്ട്? കുറച്ച് നേരമായി വന്നിട്ട്. നീങ്ങാൻ എന്തെങ്കിലും ക്യൂ നീങ്ങുന്നില്ല, എന്താണെന്ന് അറിയത്തില്ല. ഏകദേശം 10-15 മിനിറ്റായി വന്നിട്ട്, എന്നിട്ടും ഈ പൊസിഷനിൽ തന്നെ നിൽക്കുകയാണ്. അത് കുറച്ച് നേരമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. ഉള്ളിലേക്ക് നീങ്ങുന്നതിന് ചില മന്ദഗതി ഉണ്ട്, അതെന്താന്ന് കൃത്യമായി അറിയുന്നില്ല. എങ്കിൽ പോലും ആളുകൾ വോട്ടിട്ട് മറ്റൊരു വശത്തു കൂടി ഇറങ്ങുകയും ചെയ്യുന്നുണ്ട്. സ്ത്രീകളും പുരുഷന്മാരും അടക്കം ഇവിടെ ക്യൂവിൽ എത്തി നിൽക്കുകയാണ്. എന്തായാലും ഉള്ളിൽ മറ്റ് യന്ത്ര തകരാറുകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒന്നും തന്നെ ഇതുവരേക്കും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ചെറിയ ഒരു താമസം ക്യൂ നിൽക്കുന്നവർക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ട്. ചൂടാണ്, എല്ലാവരും ഒക്കെ വീശിക്കൊണ്ടൊക്കെ നിൽക്കുകയാണ്. അതികഠിനമായ ചൂടാണ്. 3:30 ചൂടെന്നൊക്കെ പറയുമ്പോൾ തന്നെ അപർണ നമുക്ക് ഊഹിക്കാം, നല്ല വിയർത്ത് ഇവിടെ നിന്ന് ഒലിക്കുന്നുണ്ട്. അപ്പോൾ ആളുകളൊക്കെ ചെറിയൊരു അസ്വസ്ഥത അനുഭവപ്പെടുന്നുണ്ട്. എങ്കിൽ പോലും ഇവിടെ മറ്റ് ബൂത്തുകളിലേക്കൊക്കെ 65-ലും 66-ലുമൊക്കെ അതിവേഗതമായി തന്നെ വോട്ട് ചെയ്ത ആളുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ 63-ാമത്തെ ബൂത്തിലാണ് ചെറിയ താമസം നേരിടുന്നത്. മറ്റ് ഇടങ്ങളിലെ ബൂത്തുകളിലും മറ്റ് പ്രശ്നങ്ങളൊന്നും ഇതുവരേക്കും രേഖപ്പെടുത്തിയിട്ടില്ല. എല്ലാം തന്നെ വളരെ വേഗത്തിൽ തന്നെ രാവിലെ 7 മണിക്ക് ആരംഭിച്ച പോളിംഗ് ഇപ്പോഴും ഇങ്ങനെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. എറണാകുളം ജില്ലയിൽ താമസിക്കുന്ന സെലിബ്രിറ്റികളടക്കം അല്ലെങ്കിൽ
രാഷ്ട്രീയ നേതാക്കളടക്കമൊക്കെ രാവിലെ തന്നെ അവർ 7 മണിക്കൊക്കെ വന്ന് പ്രതിപക്ഷ നേതാവ് അടക്കം രാവിലെ 7 മണിക്ക് വന്ന് വോട്ടിട്ടിട്ട് പോയതുമാണ്. അല്പസമയത്തിന് മുൻപ് തന്നെയാണ് ഇവിടെ LDFിൻ്റെ സ്ഥാനാർത്ഥി KJ ഷൈൻ എത്തുകയും ഈ ബൂത്ത് സന്ദർശിക്കുകയും ഒക്കെ ചെയ്ത് അവരും അല്പസമയം മുൻപാണ് ഇവിടെ നിന്ന് മടങ്ങിയത്. എന്തായാലും നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ക്യൂ ഇങ്ങനെ നീണ്ടു നിൽക്കുകയാണ്. ഇനി പോളിംഗ് അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ആളുകളൊക്കെ എത്തി വോട്ട് അവരുടെ അവകാശം വിനിയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇവിടെ എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നുള്ള റിപ്പോർട്ട് നവമി ദിനേശ് നൽകിയത്. അവിടെ നിന്ന് കൂടുതൽ കുട്ടികളുടെ പ്രതികരണങ്ങൾ കൂടി വരുന്നു. അമ്മമാർക്കൊപ്പം വോട്ട് ചെയ്യാനെത്തിയ അമ്മമാർക്കൊപ്പമുള്ള കുട്ടികൾ. ഏതായാലും എറണാകുളം ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം പൊതുവെ ഏറ്റവും കുറച്ച് പോളിംഗ് ശതമാനം രേഖപ്പെടുത്തുന്നത് സ്വാഭാവികമായിട്ട് നഗരപ്രദേശത്ത് തന്നെ എറണാകുളം നിയമസഭാ മണ്ഡലത്തിൻ്റെ ഭാഗത്താണ്. അതേസമയം കളമശ്ശേരി അടക്കം ഒപ്പം പറവൂരൊക്കെ നല്ല പോളിംഗ് ശതമാനം രേഖപ്പെടുത്തുന്ന മണ്ഡലം കൂടിയാണ്. കഴിഞ്ഞ തവണ ഈ പറഞ്ഞതുപോലെ 73% നിൽക്കുകയുണ്ടായി. നഗര കേന്ദ്രീകൃതമായിട്ട് കൂടുതൽ എത്ര പ്രചാരണം നടത്തുമ്പോഴും വോട്ട് ആ രീതിയിലുള്ളൊരു പോളിംഗ് ശതമാനം വരുന്നില്ല എന്നുള്ളൊരു പ്രതികരണമൊക്കെ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നൊക്കെ കഴിഞ്ഞ പല തിരഞ്ഞെടുപ്പുകളായിട്ട് ഉയർന്നു വന്ന കാര്യം തന്നെയാണ്. എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം UDFിൻ്റെ ഉറച്ച കോട്ടയെന്ന് വിശ്വസിക്കുന്ന സ്ഥലം സിറ്റിംഗ് MP ഹൈബി ഈഡൻ തന്നെ UDF സ്ഥാനാർത്ഥിയാകുമ്പോൾ ഇടതുപക്ഷം വനിതാ സ്ഥാനാർത്ഥിയായി സർപ്രൈസ് സ്ഥാനാർത്ഥിയായി KJ ഷൈൻ ടീച്ചറെ ഇറക്കിയിരിക്കുന്ന സ്ഥലം. ഒപ്പം BJPയും വോട്ട് വിഹിതം കൂട്ടാൻ കഴിയുമോ എന്ന് ഉറ്റുനോക്കുന്നു ഡോക്ടർ KS രാധാകൃഷ്ണനെ രംഗത്ത് ഇറക്കിക്കൊണ്ട്. ആ തരത്തിൽ ഉള്ള എറണാകുളത്ത് നിന്നുള്ള ഏതായാലും ചൂട് ഒരു വിഷയമാണ്. അപ്പോഴും പോളിംഗ് ശതമാനം കൂടുന്നു എന്ന് തന്നെ പറയണം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 52.25% ഇപ്പോൾ ഈ 3:15 കഴിയുമ്പോൾ 3:30 ആകാൻ 5 മിനിറ്റ് ബാക്കിയുള്ളപ്പോൾ കേരളത്തിലെ പോളിംഗ് ശതമാനം ഔദ്യോഗികമായി രേഖപ്പെടുത്തിയിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനമുള്ളത് ആലപ്പുഴയും കണ്ണൂരും ചാലക്കുടിയും കാസർഗോഡും തന്നെയാണ്. ഏറ്റവും കുറഞ്ഞ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയിരിക്കുന്നത് പൊന്നാനിയിലും. ഏതായാലും ഇത് മാറി വളരെ എളുപ്പത്തിൽ ആ രീതിയിലേക്ക് വീണ്ടും പോളിംഗ് ശതമാനം ഉയരുന്ന കാഴ്ചകൾ ഇനിയിപ്പോൾ വൈകുന്നേരം 4 മണിയോട് അടുക്കുന്നോറും കൂടുതൽ തിരക്ക്, കൂടുതൽ നിരകൾ വരാനുള്ള സാധ്യതയെല്ലാം ഉണ്ട്. രാത്രി 8 മണി വരെ ഈ പോളിംഗ് തുടരുമെന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ തന്നെ ഫീൽഡിൽ നിന്ന് വരികയും ചെയ്യുന്നു. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം.